ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല. രാവിലെ ഇട്ടിട്ട് ഞാൻ പഴയ റുട്ടീനിലോട്ട് തന്നെ തിരിച്ചുപോയി. അതായത് രാവിലെ ഇട്ട് വെള്ളം കുടിച്ചു, അതിനുശേഷം ഒരു ചെറിയ ചായ കുടിച്ചു, ഒരു 1/2 ഗ്ലാസ് ചായ കുടിച്ചു. ഇപ്പൊ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങൾ കമന്റ്സ് ഇട്ടുണ്ടായിരുന്നു, വാട്ടർമെലൺ ജ്യൂസ് കുടിക്കരുത്, രാവിലെ തന്നെ ജ്യൂസ് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ വാല്യൂ കൽപ്പിക്കുന്നു. ഞാൻ പഴയ പോലെ തന്നെ സാധാരണ റുട്ടീൻ ചെയ്യാം, അതിനൊടുക്കി കൂടെ ജ്യൂസൊക്കെ കുടിക്കാം. പിന്നെ വാഴപ്പിണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വാഴപ്പിണ്ടിയുടെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായി തിരിച്ചു വരും. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ കമന്റ് സെക്ഷനെ പറ്റിയിട്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം എന്താ പറയാ, ഓരോ കുട്ടികളുടെ മെസ്സേജസ് കാണുമ്പോണ്ടല്ലോ, എനിക്ക് വല്ലാത്ത സന്തോഷമാണോ കരച്ചിലാണോ എന്ന് എനിക്കറിയില്ല. കാരണം അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചേച്ചി ഇതേപോലെ പബ്ലിക്കായിട്ട് മെസ്സേജസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇടുന്നത്. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കായി പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ ചേച്ചി ഇത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര മാത്രം ഇമ്പോർട്ടൻസ് ചേച്ചിക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയില്ല നമ്മളെ എന്നാണ് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകാന്നുള്ള കാര്യം. ആരുടെ കാര്യത്തിലാണെങ്കിലും കേട്ടോ. അപ്പോൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം സന്തോഷം കൊടുക്കുക, മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് കൊടുക്കുക, ഒന്നുമില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ ഉപദ്രവിക്കണമെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ ഒരു കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തില്. ആർക്കും ഒരു ഉപകാരം ചെയ്യില്ല, മാത്രമല്ല മാക്സിമം പറ്റുന്ന രീതിയിൽ ഉപദ്രവം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ജീവിക്കുമ്പോൾ അതിലൊരു അർത്ഥമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ പറയില്ല ഓരോ പുൽക്കൊടിക്കും ഭൂമിയിൽ ജനിക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പണ്ടപ്പോ വീഡിയോയിൽ പറയാറില്ലേ, എനിക്ക് പണ്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ഒരു ഭാരമായിട്ടിരിക്കണേന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ കാലം തെളിയിച്ചു നമ്മളും എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള കാര്യം. അപ്പൊ ഓരോ കുട്ടികളും, എനിക്ക് കുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ, എന്നോട് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട്, വീണ ജീവിതത്തിന് വാല്യൂ ഒന്നുമില്ല, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, ആർക്കും വേണ്ട. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മരിക്കുന്ന അന്ന് വരെ നമുക്കറിയില്ല എന്താണ് നമ്മളെ കൊണ്ട് ഭൂമിക്കൊരു ഉപകാരം ഉണ്ടാവാൻ പോണേന്ന്. അത് പല രീതിയിലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആരുടെ ജീവിതവും ഒരു പാഴ്ജന്മാണെന്നോ നിങ്ങൾ കരുതരുത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ടാവും, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാനുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ എളുപ്പമാണ് ഭൂമിയിൽ നിന്ന് സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളെ ജീവിതം ഭൂമിയിലോട്ട് തരുമ്പോൾ എന്തെങ്കിലും റീസൺ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. പിന്നെ എപ്പോഴും എന്താ പറയാ, ദൈവം കരച്ചിലിനുള്ള ഇതൊന്നും തരില്ലാന്നേ. ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവും, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ താഴ്ച ഉണ്ടാവും. അതാണ് ജീവിതം. എല്ലാവരും, ഈവൻ എന്റെ ജീവിതത്തിലാണെങ്കിലും എനിക്കറിയുന്നവരുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒന്നും ഡെസ്പ് ആവരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇട്ടപ്പോൾ, നമ്മുടെ പേഴ്സണൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ, അപ്പൊ അതിന്റെ കുറെ പേർക്ക് അവരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല കുറെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അതേപോലെ അവർക്കൊരു ഇഷ്യൂ ഉണ്ട്, എന്നോട് അഭിപ്രായം ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഞാൻ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ അതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ട് അതിൽ ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും നിങ്ങൾ എന്താ പറയാ, വീണ ചേച്ചി കാരണമാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സ്വയം തീരുമാനിച്ച് നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു മനസ്സിനോട് ചോദിക്കുക, മനസ്സിന്റെ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുക. ഇപ്പൊ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെയിലിൽ കൂടെ എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം അതെന്റെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 20 വയസ്സിലെടുക്കുന്ന തീരുമാനങ്ങളല്ല ഈ 40 വയസ്സിലെടുക്കുന്നത്. ചിലപ്പോൾ 50 വയസ്സിലപ്പോ ഇതായിരിക്കില്ല എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അറിവില്ലായ്മകൾ കുറെ ഉണ്ടാവും. ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പ്രേമിക്കുമ്പോൾ അത് ശരിയായൊരു പ്രണയമായിരിക്കണം എന്നില്ല. ചിലപ്പോ അവർക്ക് ഒരു ഇൻഫാക്ച്വേഷൻ, അതായത് ആ സമയത്ത് തോന്നുന്ന ഒരു ഇഷ്ടം, അത് കഴിഞ്ഞ് ജീവിതം തുടങ്ങുമ്പോഴാണ് ഇതൊന്നും അല്ല യഥാർത്ഥ പ്രണയം നമുക്ക് മനസ്സിലാവുന്നത്. പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലാണെങ്കിലും. ഇപ്പോ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നൊരു ഭാര്യ ചിന്തിക്കുന്ന പോലെയല്ല നമ്മളൊരു 30 വയസ്സാകുമ്പോൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾക്ക് ആ സമയം കൊണ്ട് ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഞാനും കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറെ കുഞ്ഞു ആവശ്യമില്ലാണ്ട് വഴക്കുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഞാനും ഒട്ടും മെച്ചൂർഡായിരുന്നില്ല, ജാനും മെച്ചൂർഡായിരുന്നില്ല. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ദൈവം ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വഴക്ക് കൂടിയിരുന്നതെന്ന്. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞത്, ഇപ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ പറ്റി ഈവൻ ഇൻക്ലൂഡിങ് മീ ഒരുപാട് പേര് പറയണ വീണ ചേച്ചി. പക്ഷെ അങ്ങനെ ഒരാള് നല്ല കാര്യത്തിന് വേണ്ടി ഇൻഫ്ലുവൻസ്ഡ് ആവണം നിങ്ങൾ.
ഈവൻ ഞാനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഫോളോ, ഈവൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അവരൊക്കെ എന്തൊരു നല്ല ജീവിതമാണ് ജീവിക്കുന്നത്, നമ്മളൊക്കെ ഒട്ടും, അവരൊക്കെ എന്തൊരു ലക്കിയാണ്, നമ്മൾ ഒട്ടും ലക്കിയല്ല, നമ്മുടെ ഭർത്താവ് എന്താ നമ്മളെ ഭർത്താവ് എന്താ നമ്മളെടുത്ത് ഇങ്ങനെ പെരുമാറാത്തതെന്നൊക്കെ ഞാനും ഒരു വിധത്തിൽ പണ്ട് ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ പണ്ട്, ഇപ്പോഴും അല്ല, ഫേസ്ബുക്കിൽ ഇപ്പോൾ ഞാനിട്ട് ഫോളോ ചെയ്യാറില്ല. പണ്ടൊക്കെ നമുക്ക് യൂട്യൂബ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമയം പോക്കിന് ഫേസ്ബുക്കും ഓർക്കുട്ടൊക്കെ തന്നെയായിരുന്നു. ഓർക്കുട്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ടൂർ പോകുന്ന പിക്ചർ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത്. അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ഇരുവന്ന് വൃത്ത പോലെ ഉണ്ടല്ലേ, സാറില്ല, ക്ഷമിക്കണേ. അതായത് ഇളം വെയിൽ കൊള്ളുമ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു തെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ തെളിച്ചം കിട്ടണമെങ്കിൽ ഇളം വെയിൽ കൊള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് തെറ്റിപ്പോയി. പറഞ്ഞു വന്ന കാര്യം ചിലപ്പം നമ്മൾ ഒരു പോസ്റ്റ് ഇടാണ്, ഒരു ഫ്രണ്ട്സും ഫാമിലിയും കൂടിയും കണ്ടിട്ട്, ഭാര്യയും ഭർത്താവും പിള്ളേരും കൂടിയും കണ്ടിട്ട് ടൂർ പോയി പിക്ചർ പോസ്റ്റ് ചെയ്യുന്നു. കോവിഡിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ കണ്ട അവന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് അവളെ ടൂർ കൊണ്ടുപോയി, എനിക്ക് അതിന് ഭാഗ്യം ഉണ്ടായില്ല, എന്റെ ഭർത്താവ് അതിനെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മുഖം കയറ്റി പിടിക്കുക, എന്നെ കൊണ്ടുപോകാത്ത എന്താണെന്ന് ചോദിക്കുക. കാരണം എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ജാൻചേട്ടൻ പണ്ട് വർക്ക് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് എയർവേസിലായിരുന്നു. 13 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് എയർവേസിൽ. അതിനുശേഷമാണ് ഇപ്പൊ എമിറേറ്റ്സിലോട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ബ്രിട്ടീഷ് എയർവേസിന്റെ പ്ലെയിനിൽ കയറാനുള്ള യോഗം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതും പറഞ്ഞിട്ട് ഞാനേട്ടൻ നമ്മൾ ചെറിയൊരു വർഷലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടനെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഭയങ്കര എന്താ പറയാ ജോലിയായിരുന്നു ആ സമയത്ത്. ലേറ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോക്കോ കൂടുതൽ ടൂർ പോകും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നന്ദുവിന് 4 വയസ്സായതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ദുബായിൽ നിന്ന് പുറത്തേക്കൊക്കെ കൺട്രീസിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇതും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കുറെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ എന്നാലും ഇങ്ങനെ ഇതായിട്ട് തന്നെ പ്ലെയിനിൽ കയറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചിന്തിക്കും, ഇത് വൃത്തികെട്ട ഭാര്യയായിരുന്നു ഞാൻ ആലോചിക്കും. കാരണം അവർക്ക് അവരുടേതായ തിരക്കുകളും അല്ലെങ്കിൽ അവരുടേതായ ടെൻഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളെ ശരി, കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിന് പ്രയോറിറ്റി വേണം, ഇല്ല എന്നല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അവര് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ശരിയാണ്, ഫാമിലി നിന്നെ കൊണ്ടുപോകണം. അപ്പൊ ജാൻചേട്ടൻ പറഞ്ഞു ഇപ്പൊ പോകാൻ പറ്റില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞ കുറെ എക്സ്ക്യൂസസ് ഒക്കെ പറയുമ്പോ അപ്പൊ വഴക്കായി, കരച്ചിലായി. അപ്പൊ വല്ലാതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ, വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും, അപ്പൊ നമ്മൾക്ക് വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ഭാര്യമാർക്ക് വേണ്ടാത്ത ടെൻഷൻസും വറീസും കലഹങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സംഭവം വരുന്നത്. അപ്പൊ നമ്മുടെ വിശ്രമ സമയം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുള്ള ഒരു കാര്യമാണ്. എന്നാൽ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് കടന്ന് ചെന്നിട്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറെ പൈസ ഉണ്ടായിട്ടോ കുറെ സ്വത്തുക്കൾ ഉണ്ടായിട്ടൊന്നും വേണം, ആവശ്യത്തിന് പൈസയും എല്ലാം കാര്യം വേണമെങ്കിൽ പോലും അത് മാത്രമല്ല ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഒരു ചെറിയൊരു വീടാണെങ്കിലും ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ എങ്കിൽ പോലും നമ്മൾ ആ ഒരു ഫാമിലി ലൈഫ് ഹാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഭാര്യമാരുടെ കയ്യിലാണ് കൂടുതലിരിക്കുന്നത്. ഭർത്താക്കന്മാരും അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, നമ്മളാണ് കുടുംബനാഥ. അപ്പൊ നമ്മളവിടെ വീട്ടിൽ സമാധാനം കൊടുക്കും മാത്രമേ ഭർത്താവിന് സമാധാനം ഉണ്ടാവുള്ളൂ. അച്ഛനും അമ്മയും നന്നായി ഹാപ്പി ആയിട്ടിരിക്കും മാത്രമേ മക്കൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോ ഇന്ന് രാവിലെ എനിക്ക് പെട്ടെന്ന് എന്താ വരുന്നപ്പോ അങ്ങനെ തോന്നി. പിന്നെ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാല്, എന്താ പറയാ, ഈ നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പോ ജാൻചേട്ടനാണെങ്കിൽ എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ കുറെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ കൂടി ആദ്യം ഒരുമാതിരി എന്താ പറയാ ഒന്നും പ്രകടിപ്പിക്കില്ലായിരുന്നു. അപ്പൊ അതും ഞാൻ പറയും മരിച്ചു പോണ മനുഷ്യന്മാരാ നമ്മളൊക്കെ. നമ്മളിപ്പോ ഞാൻ മരിച്ചതിന് ശേഷം അയ്യോ എനിക്ക് വീണതിന് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു തൊട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തായിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രേമം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പല രീതിയിൽ നമ്മൾ കൊളീഗ്സ് ആവട്ടെ, നമ്മളെ അച്ഛനമ്മമാരാവട്ടെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ആവട്ടെ, എന്തായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള സമയത്ത് നമ്മൾ അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അവരുടെ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ നമ്മൊരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ അവർക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അവർ മാറിയതിനു ശേഷം അവരെ പറ്റി പൊക്കി പറഞ്ഞിട്ടോ അവരെ പറ്റി പുകഴ്ത്തിയിട്ടോ വല്ല കാര്യമുണ്ടോ? അവരറിയാൻ പോകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവർ നമ്മുടെ കൂടെ ഉള്ള നമ്മൾ കൊടുക്കാം. പരസ്പരം ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് നന്നായി ഡ്രസ് ചെയ്ത് വരുമ്പോ നന്നായിട്ടുണ്ട് കാണാൻ, നമ്മുടെ ആൾക്കാർ എന്താ പറയും, അയ്യോ ക്ഷീണിച്ചല്ലോ, അയ്യോ വണ്ണം വെച്ചല്ലോ, അയ്യോ കറുത്തു പോയല്ലോ. ഇത് മാത്രമല്ല,
കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ നമ്മൾ അറിയണം. അപ്പോൾ ഞാൻ ജാൻ്റെ അടുത്ത് പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ എത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി വന്നു കഴിഞ്ഞാലും മൈൻഡേയും കൂടില്ല, സാരി ഉടുത്തോ ചുരിദാറേട്ടാ ഓക്കെ വാ പോവാന്ന് പറയും. ഇപ്പൊ ചിലപ്പോൾ പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ആ ഒരു വാക്ക് ഈവൻ തിരിച്ചും പറയണം കേട്ടോ, ഭാര്യമാർക്ക് മാത്രമല്ല, ഭാര്യമാര് ഭർത്താക്കന്മാരോടും പറയണം. നന്നായിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് നിങ്ങൾ വിചാരിക്കും വളരെ ചെറിയ, പക്ഷെ അത് ഒരുപാട് വലിപ്പം നമുക്ക് മനസ്സിൽ സന്തോഷം നൽകും. അല്ലാണ്ട് കുറെ ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തോണ്ടോ ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തോണ്ടോ ഒന്നും കാര്യമില്ല. ഒരു അപ്രീസിയേഷൻ രണ്ടുപേരും പരസ്പരം. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്താണെങ്കിലും ഇപ്പൊ നമ്മുടെ കുറെ പേരൻസ്, ഈവൻ ഞാനും പണ്ടൊക്കെ ഒരു നല്ല അമ്മയൊന്നും ആയിരുന്നില്ല കേട്ടോ, പക്ഷെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു. കാരണം നമ്മുടെ മക്കള് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും ഭയങ്കര ബ്രില്യന്റോ അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവുകളും ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ഓരോ കുട്ടിയും അതിനനുസരിച്ച്, പക്ഷെ ഓരോ കുട്ടിക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റിന്റെ അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കള് വലുതാണെന്നുള്ള നമ്മുടെ അമ്മമാരെ എപ്പോഴും വിചാരിക്കുക, മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഓരോ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ കുട്ടികളെ അപമാനിക്കുന്ന രീതിയൊക്കെ ഞാൻ കാണാറുണ്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ഒരു സങ്കടം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മ അപ്പൊ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയുള്ള അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു, വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അത് വളരെയധികം വിഷമം ഉണ്ടാക്കും. ഭാവിയിൽ അവൻ വളർന്ന് വലുതാവുമ്പോഴും അവന്റെ മനസ്സിലും ആ ഒരു പക പോലെ ഉണ്ടാവും. ചില ആൾക്കാർ എന്റെ ജീവിതം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് എന്റെ ചെറുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതേസമയം അതുപോലെ വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മനുഷ്യന്മാര് പലതരമാണല്ലോ. അപ്പോൾ നമ്മുടെ മക്കളുടെ അടുത്ത് സ്നേഹത്തോടു കൂടി പെരുമാറുക. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗസ്റ്റ് പോയതിനു ശേഷം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും നീ പൊട്ടയാണ്, നീ നന്നാവില്ല എന്നുള്ള ശാപവാക്കുകളൊക്കെ പറയാതിരിക്കുക. കാരണം കുറെ ഞാൻ കേട്ടിട്ടുള്ളതാ. അപ്പൊ ചില അമ്മമാര് പറയാറില്ല, നീ ഒന്നും നന്നാവില്ലടി, ഗുണം പിടിക്കില്ല, നീ അമ്മയായി കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അത് ആ സമയത്ത് ചുമ്മാ ഒരു പറയുന്നതാണ്. പക്ഷെ ആ വേർഡൊക്കെ നമ്മളെ മനസ്സിൽ ഒരുപാട് അങ്ങ് ഹേർട്ട് ചെയ്യും. എല്ലാ അമ്മമാരും അച്ഛന്മാരും പറയുന്നതല്ല കേട്ടോ, ഞാൻ എടുത്ത് പറയാണ്. അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ചിലവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ മക്കളുടെ കാര്യങ്ങൾ, അപ്പൊ നീ മോൻ യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാ, മോളാണെങ്കിലും യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാ. അപ്പൊ ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം സ്നേഹിക്കുക. കാരണം ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതായി പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്താ പറയുക, പറന്നു പോകുന്ന പിള്ളേരാണ്, ദാന്ന് പറഞ്ഞ വർഷങ്ങൾ പോവാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവരെ മാക്സിമം സ്നേഹിക്കുക, കൊഞ്ചിക്കുക. അതിനൊന്നും ഒരു ലുബ്ധം വിചാരിക്കണ്ട. ചിലർ പറയും കുട്ടീനെ എടുക്കണതിന് മോശമാണ്, പ്രസവിച്ചു വിടുന്നത് തന്നെ കുട്ടീനെ അപ്പുറത്തെ റൂമിൽ കിടത്തുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ എനിക്കെന്തോ അതിനോടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുള്ള സമയത്ത് മുറുക്കെ പിടിച്ച് അവർക്ക് നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ മനസാക്ഷിയുടെ അടുത്ത് ചോദിക്കുക. അവരുടെ തിരിച്ചിപ്പോ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മളെ മക്കള് നമ്മളെ നോക്കുന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട നിങ്ങൾക്ക്. അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെ നമ്മളെ ചില ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ദൈവം തരുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾക്ക് എന്റെ വർത്താനം കേട്ട് ഭ്രാന്തായോ? നമുക്കൊക്കെ ചോന്നൂല എന്നെ. ഞാനിവിടെ തുണിയുടെ ഒക്കെ നടുവിലാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഏത് ലോണ്ടറിയുടെ സ്ഥലത്താണ് പോയിരിക്കുന്നത്? എന്റെ ബാക്കിൽ എന്റെ തുണി തന്നെയാണ്, തുണി അലക്കിയിട്ടേക്കുന്നതാണ്. അപ്പൊ രാവിലെ ഇങ്ങനെയൊക്കെ പറയാമെന്ന് തോന്നി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കൂട്ടാ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കമന്റ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് 5 പേരെ വിളിക്കാന്ന്. അതെല്ലാം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോ ഇന്ന് ഫ്രീ ആവുമ്പോൾ കമന്റ് സെക്ഷൻ നോക്കിയിട്ട് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ അവരുടെ പേര് അനൗൺസ് ചെയ്യാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ആരുടെ കമന്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നാളെ വീഡിയോ കാണാൻ മറക്കരുത്. അത് നാളെ ഇടുന്നത് ക്രീം ജ്യൂസിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ അതിന്റെ താഴെ ആയിരിക്കും, അതിലായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. അപ്പൊ 5 പേരുടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരും എനിക്ക് ഇമെയിൽ അയക്കുക, നിങ്ങളുടെ പേഴ്സണൽ നമ്പർ. അപ്പൊ അതിലേക്ക് ഞാൻ വിളിക്കാം, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. അതുപോലെ എല്ലാ വീഡിയോസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഈവൻ ഈ വീഡിയോന്റെ താഴെ കമന്റുള്ള 5 പേരെ ഞാൻ വിളിക്കാം. അങ്ങനെ എല്ലാ വീഡിയോസിൽ നിന്നും ഞാൻ 5 പേരെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ സൂം ആണെങ്കിലോ ഹാങ് ഔട്ട് ആണെങ്കിലോ എന്താണ് സൗകര്യം അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അവർ മെയിൽ അയച്ചാൽ മതി. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നിങ്ങളുടെ പേരിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.